ജീവിതത്തിൽ വില്ലനാകുന്ന മാർക്കിന്റെയും ഗ്രേഡിന്റെയും കാലം അവസാനിച്ചു. ഇനി മുതൽ ഓരോ പ്രോഗ്രസ് കാർഡിലെയും യോഗ്യത നിർണ്ണയിക്കുന്നത് ഇമോജികളായിരിക്കും. ഒറ്റ ദിവസം കൊണ്ട് നിർണ്ണയിക്കേണ്ടതല്ല വിദ്യാർത്ഥികളുടെ യോഗ്യതയെന്ന ആശയമാണ് ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡിന് പിന്നിൽ. ഒരു പേപ്പറും ചുവന്ന മഷിപ്പേനയുമല്ല ഭാവി നിർണ്ണയിക്കുക, മറിച്ച് ഒരു വർഷത്തെ പാഠ്യേതര വിഷയങ്ങളായിരിക്കും. ലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ CBSE സ്കൂളുകളിലാണ് ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു കോണിൽ നിന്ന് മാത്രമല്ല, 360 ഡിഗ്രിയിലായിരിക്കും ഒരു കുട്ടിയെ വിലയിരുത്തപ്പെടേണ്ടത്. അതായത് പെരുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇമോജിക്ക് മാനദണ്ഡമാകും. ഒരു കുട്ടിയുടെ കംപ്ലീറ്റ് വളർച്ച അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഏരിയ, അതായത് ഇമോഷണൽ, ഫിസിക്കൽ, കോഗ്നിറ്റീവ്, അതായത് നമ്പേഴ്സ്, ലിറ്ററസി, ലാംഗ്വേജ് ആണെങ്കിലും എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹോളിസ്റ്റിക് 360 ഡിഗ്രി റിപ്പോർട്ട് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധ്യാപകർ മാത്രമല്ല ഒരു വിദ്യാർത്ഥിയെ വിലയിരുത്തുക. സഹപാഠികൾ, മാതാപിതാക്കൾ എന്നിവർക്ക് പുറമെ സ്വയം വിലയിരുത്തലും അനിവാര്യമാണ്. ഒരു പ്രത്യേക ഇമോജിയല്ല, മൂല്യനിർണ്ണയത്തിനായി അധ്യാപകർക്ക് അവരുടെ ഇഷ്ടാനുസരണം ഇമോജികൾ തിരഞ്ഞെടുക്കാം. 3 മുതൽ 8 വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ഈ റിപ്പോർട്ട് കാർഡ് ലക്ഷ്യമിടുന്നത്. പിന്നീട് മുതിർന്ന ക്ലാസ്സുകളിലേക്കും വ്യാപിപ്പിക്കും. നമ്മൾ എന്താണ് പഠിക്കുന്നതെന്ന് അവർ അറിയില്ല, കളികളിലൂടെയാണ് ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്പേഴ്സ് പഠിപ്പിക്കുകയാണെങ്കിലും ബീഡ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ പെയിൻറ്റിങ്, കളറിങ്, ഇതൊക്കെ കൊടുക്കുന്നതിലൂടെ അവർ കളിച്ചുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരറിയുന്നില്ല അവർ പഠിക്കുകയാണെന്നുള്ള, പക്ഷേ ഒരേ സമയത്ത് രണ്ടും നടക്കുകയാണ്. അപ്പം അവർ ഹാപ്പിയാണ് കുട്ടികൾ. മാറുന്ന കാലഘട്ടത്തിൽ ബോറൻ ക്ലാസുകൾക്കും സമ്മർദ്ദം സൃഷ്ടിക്കുന്ന മത്സര പരീക്ഷകൾക്കും ഉൾപ്പെടെ ഒരു മാറ്റം അനിവാര്യമാണ്. കാരണം സമ്മർദ്ദമില്ലാതെ പഠിപ്പിക്കണം. ഇനി മാർക്ക് എത്രയാ, ഗ്രേഡ് എത്രയെന്നും ചോദിച്ച് കുട്ടികളെ സമ്മർദ്ദത്തിലാക്കില്ല കേട്ടോ. കാലം മാറി, ഇനി പ്രോഗ്രസ് കാർഡുകൾ ഭരിക്കുക ഇമോജീസ് ആയിരിക്കും. ക്യാമറമാൻ ജോയ്സിയറിനൊപ്പം സ്നേഹ മൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നയനാൻ തന്നെ നമ്മുടെ കൂടെ ചേർന്നുണ്ട്. സ്നേഹ, ഗുഡ് മോർണിംഗ്. കുഞ്ഞു കുട്ടികളെയൊക്കെ അപേക്ഷിച്ച് ഈ പരീക്ഷാ പേടി മാറുക എന്നതിനൊക്കെ ഉത്തമമായ ഒരു രീതിയായിരിക്കും ഒരുപക്ഷെ ഇത് എന്ന് തോന്നുന്നു, അല്ലേ? തുടക്കത്തിൽ തന്നെ പരീക്ഷയാണ്, പഠിക്കണം, മാർക്കുണ്ടാകും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവരെ പ്രഷർ ചെയ്യേണ്ടി വരില്ല. അതുമാത്രമല്ല, ഒരു കുട്ടിയുടെ എല്ലാ തലങ്ങളും വിശകലനം ചെയ്ത് പരിശോധിച്ച് എന്തെല്ലാം കഴിവുകളുണ്ടോ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ വിലയിരുത്തപ്പെടുക എന്ന് പറയുന്നതും നമ്മുടെ വിദ്യാഭ്യാസ രീതിയെ സംബന്ധിച്ച് നല്ലൊരു കാര്യം തന്നെയാണ്. ആ രീതിയിൽ മുന്നിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു തലം ആവിഷ്കരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? എത്രത്തോളം പ്രയോജനപ്പെടും കുഞ്ഞുങ്ങൾക്ക്? നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പരീക്ഷ എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാവാറുണ്ടല്ലേ നമുക്ക്, പ്രത്യേകിച്ച് പ്രോഗ്രസ് കാർഡ് എന്നൊക്കെ പറയുമ്പോൾ. ഇനിയിപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ ആ പ്രോഗ്രസ് കാർഡ് എങ്ങനെ നമ്മൾ മാതാപിതാക്കളൊന്നും കാണാതെ ഒളിച്ചു വെക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ആയിരുന്നല്ലേ. ഇനിയിപ്പം ആ കാലത്തിനൊക്കെ വിടയാണ്. അതായത് ഇനിയിപ്പോൾ കാലം മാറി, അതായത് ഫുൾ ഇമോജികളൊക്കെയാണ് നമ്മൾ സംസാരിക്കുക വാട്സപ്പിലൂടെയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രോഗ്രസ് കാർഡുകളും സംസാരിക്കുക ഇമോജികളായിരിക്കും. മാർക്കും ഗ്രേഡും ഒന്നും ആയിരിക്കില്ല എന്നുള്ളതാണ്. മാറ്റം അനിവാര്യമാണല്ലേ, നല്ല വിദ്യാഭ്യാസത്തിന് മാറ്റങ്ങളൊക്കെ അനിവാര്യമാണ്. അതായത് 360 ഡിഗ്രി എന്നാണ് ഈ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡിൻ്റെ ഒരു മാനദണ്ഡം. അതായത് ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ ഉറക്കമൊളിച്ചിരുന്ന് പഠിച്ച് ആ പരീക്ഷ പേപ്പറിൽ എഴുതി ആ പേപ്പറും പേനയും അല്ല ഒരു കുട്ടിയുടെ ഭാവി വിലയിരുത്തപ്പെടേണ്ടത് എന്നാണ് പ്രധാനമായും ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ എക്സാമിൻ്റെ സമയത്ത് അതിൻ്റെ തലേദിവസമാണെങ്കിൽ തന്നെയാണല്ലോ നമുക്ക് പനി വരാം, ജലദോഷം വരാം, തലവേദന വരാം, ചിലപ്പോൾ നമ്മുടെ മൂഡ് തന്നെ ശരിയല്ലായിരിക്കും. അതൊക്കെ കാര്യമായിട്ട് ആ എക്സാമിനെ ബാധിക്കും. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് വിലയിരുത്തപ്പെടേണ്ടതല്ല. അതായത് കുട്ടികളുടെ സർഗാത്മക കഴിവുകളും പാഠ്യേതര വിഷയങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടും. ഇതിൽ പ്രധാനമായിട്ടും ഒരു സ്വയം വിലയിരുത്തപ്പെടുക, അതായത് ഞാൻ എങ്ങനെ എൻ്റെ കഴിവുകളെയും എൻ്റെ പെരുമാറ്റത്തെയും കാണുന്നു എന്നുള്ളതും. അധ്യാപകർ മാത്രമല്ല മാർക്കിടുന്നത്, പേരൻസും, അതായത് എൻ്റെ സഹപാഠികളും സുഹൃത്തുക്കളും ഒക്കെ ഇതിൽ മാർക്കിടുന്നുണ്ട്. അവർക്ക് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ പ്രത്യേക കോളമൊക്കെ ഉണ്ട്. ഈ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് സങ്കീർണമായി തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ്. അതായത് 3 സ്റ്റേജുകളായിട്ടായിരിക്കും ഈ ഇമോജികളെ തിരിക്കുക. അതായത് പെർഫോമൻസ് വളരെ കുറവാണെങ്കിൽ, ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇമോജികളുടെ കൂടെ കണക്ക് കൂട്ടുന്ന ഒന്നാണ് ഈ പൂക്കൾ എന്നൊക്കെ പറയുന്നത്. റോസാപ്പൂക്കളുടെ ഒരു മൊട്ടായിരിക്കാം പെർഫോമൻസ് കുറവാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുക.
കുറച്ചും കൂടെ അധികം പെർഫോമൻസ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ പൂക്കൾ വിരിയുന്ന പോലെ ഒരു ഇമോജി ആയിരിക്കും. ഇനി നല്ല പെർഫോമൻസ് ആണ്, ഉയർന്ന സ്കോറാണ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള ഇമോജികളായിരിക്കും. കൃത്യമായ ഒരു ഇമോജി വേണമെന്നില്ല, ടീച്ചർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇമോജികളൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ മലയാണെങ്കിലും അങ്ങനെ ഇഷ്ടമുള്ള പോലെ, ഇപ്പം സ്മൈലീസ് ആണെങ്കിലും അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഏതായാലും ഇത് കുട്ടികൾക്ക് കാണുമ്പോൾ കുറേയേറെ സമ്മർദ്ദം കുറയ്ക്കുമെന്നുള്ളതാണ്. അതായത് ടീച്ചർമാരും അതുപോലെ ക്രിയേറ്റീവായിട്ട് തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ എന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യകളുടെ ഒക്കെ ഒരു കാലഘട്ടമാണല്ലേ. പെട്ടെന്ന് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് കുട്ടികൾ അത് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പം നമ്മളൊക്കെ പഠിക്കുമ്പോൾ പുസ്തകം മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു നമ്മുടെ പഠനം എന്ന് പറയുന്നത്. ഇപ്പം എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗൂഗിൾ എടുക്കാം, യൂട്യൂബ് എടുക്കാം, വീഡിയോയുടെ രൂപത്തിലായാലും എന്തിൻ്റെ രൂപത്തിലായാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ കഴിവുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ടതും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ പ്രധാനമായും. അതായത് ടീച്ചർമാർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും സമ്മർദ്ദം കുറയ്ക്കുക എന്ന് തന്നെയാണ്. ഇത് മാതാപിതാക്കൾക്കും അതെ, അവരെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് പഠനത്തിൽ അത്ര മികവ് പുലർത്താത്ത ഒരു കുട്ടിക്ക് ഇപ്പം സ്വഭാവത്തിൻ്റെ കാര്യമായാലും മറ്റിപ്പം പാട്ട്, ഡാൻസ് തുടങ്ങിയ സർഗാത്മക കഴിവുകൾ എന്ത് തന്നെ ആയാലും ആ കാര്യത്തിൽ മികവ് പുലർത്തിയാലും ഈ മാർക്ക് അതിൽ കണക്കാക്കപ്പെടുമെന്നുള്ളതാണ്. ഏതായാലും CBSE സ്കൂളുകളിലാണ് ആദ്യം ഇത് നടപ്പിലാക്കുക. 3 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുക. ഈ പരീക്ഷണം വിജയിച്ചെങ്കിൽ മുതിർന്ന ക്ലാസ്സുകളിലെ കുട്ടികളിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ നല്ലൊരു മാറ്റമാണ്. നല്ല വിദ്യാഭ്യാസത്തിന്, അതായത് ബോറടിക്കാതെ ടെൻഷൻ ഇല്ലാതെ പഠിക്കണമെങ്കിൽ നല്ല മാറ്റങ്ങൾ തന്നെ അനിവാര്യമാണ്. തീർച്ചയായും സ്നേഹ.